UDFിന്റെ ജില്ലാ നേതൃത്വങ്ങൾ പലവട്ടം ചർച്ച നടത്തിയിട്ടും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിൽ പൊന്നുമുണ്ടത്ത് പ്രശ്നങ്ങൾ വഴിമാറിയിട്ടുണ്ട്. ലീഗും കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം. ലീഗിനെതിരെ ജനകീയ മുന്നണിയുണ്ടാക്കി ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പടപൊരുതുന്ന സാഹചര്യം. ഇതിൻ്റെ എല്ലാം ഭാഗമായി പൊന്മുണ്ടത്തെ ലീഗ് ഭരണത്തിനെതിരെ കോൺഗ്രസ് ഇന്ന് പദയാത്രയും സംഘടിപ്പിച്ചു. സഖ്യസാധ്യതകളെക്കുറിച്ച് കോൺഗ്രസിന്റെ പ്രതികരണം ഇപ്രകാരമാണ്. അത് ഞാൻ പറഞ്ഞത്, നാട്ടിലെ ജനങ്ങളുടെ, പൗരന്മാരുടെ, വോട്ടർമാരുടെ ഒക്കെ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ചോയ്സ് കോൺഗ്രസ് തന്നെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ നിലക്കുമുള്ള എല്ലാ ഭാഗത്തുനിന്നുള്ള പിന്തുണ കോൺഗ്രസിന് ആർജിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ സഖ്യത്തിന് വന്നു കഴിഞ്ഞാലും സ്വീകരിക്കും. സഖ്യത്തിന്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UDFിന് പുറത്തുള്ള ഒരു കക്ഷിയോടും ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഒരു സഖ്യവും ഞങ്ങൾ ആ തരത്തിൽ ഈ സമയത്ത് തീരുമാനിക്കുന്നില്ല. മാത്രമല്ല, വരും ദിവസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ സമയം ആവുന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. മുൻപ് 2015 ചിഹ്നമില്ലാതെ മത്സരിച്ചതിൻ്റെ ഒരു ചരിത്രം നമുക്കറിയാം. അതിനു മുമ്പും ഇവിടെ അത്തരത്തിലുള്ള സഖ്യങ്ങൾ ചിഹ്നമില്ലാതെ മത്സരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനം പ്രതീക്ഷിക്കാം. പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, എപ്പോഴും പ്രാദേശിക തലത്തിലുള്ള പ്രശ്നങ്ങളാണ്. ദേശീയ, അന്തർദേശീയ, സംസ്ഥാന പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും എപ്പോഴും ഇതിനാണ് മുൻതൂക്കം. അപ്പോൾ അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിലെ ചർച്ചകൾ, അതിലെ പരിഹാരങ്ങൾ, അതിലെ മുന്നേറ്റങ്ങൾക്കൊക്കെ തന്നെ പ്രാധാന്യം നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടി അത്തരം ദൗത്യങ്ങൾ ഇവിടെ നിർവഹിക്കുമെന്നാണ് പറയാനുള്ളത്. എന്നാൽ ഒരുമിച്ചുള്ള ഒരു പോരാട്ടത്തിന് സാഹചര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത്. അതൊരു പക്ഷേ സ്വതന്ത്ര ചിഹ്നങ്ങൾ വെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടായിരിക്കും. ഭരണത്തിനെതിരെ ഒരു പൊതുവികാരമുണ്ടെന്നും അത് മുതലെടുക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഇടതുപക്ഷം വിശദീകരിക്കുന്നു. അത് കോൺഗ്രസ് എന്നല്ല, നമ്മുടെ പഞ്ചായത്തിനകത്ത് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലീഗാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഈ വികസന വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ ശക്തമായ ഒരു പൊതുജനാഭിപ്രായം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം ജനവിഭാഗങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് അതിൽ കോൺഗ്രസ് എന്നോ പിന്നെ വർഗീയ കക്ഷികൾ ഒഴികെയുള്ള ആ രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതിലപ്പുറത്തേക്ക് ഈ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അതിൽ പാർട്ടി ചിഹ്നത്തിലായിരിക്കും മത്സരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിലല്ല, നമ്മൾ സ്വതന്ത്രമായി. കാരണം അതിൽ നമ്മൾ പാർട്ടി ചിഹ്നം നമ്മൾ ഉപയോഗിക്കാത്തത് നമ്മൾക്ക് പിന്നെ പൊതുസമൂഹം അവരുടെ അംഗീകാരമുണ്ട്. ആ പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം നേടിയെടുത്തുകൊണ്ടേ നമുക്കിതിന് നിൽക്കാൻ കഴിയുള്ളൂ. കാരണം അതിൽ CPMൻ്റെ ആളുകൾ മാത്രമല്ല, CPMനോട് അണിചേരാൻ താല്പര്യമുള്ള കുറേ ആളുകളുണ്ട്. പക്ഷെ അവർക്കൊന്നും ചിലപ്പോൾ നമ്മൾ ചിഹ്നം ഉപയോഗിക്കുമ്പോൾ അതിനെ എത്രമാത്രം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യോജിക്കാവുന്ന തരത്തിലേക്കുള്ള അഭിപ്രായ സമന്വയത്തിലൂടെ ചിഹ്നം തിരഞ്ഞെടുത്ത് മത്സരിക്കാനാണ് തീരുമാനിച്ചത്. മുൻപ് ഇടതുപക്ഷത്തിനൊപ്പം നിന്ന, അല്ലെങ്കിൽ മന്ത്രി V. അബ്ദുറഹ്മാന്റെ ഒപ്പം നിന്ന പൊന്മുണ്ടം കോൺഗ്രസിന്റെ ഭാഗമായിരുന്നവരും തെരഞ്ഞെടുപ്പ് സമയത്ത് സജീവമാണ്. അവരും ലീഗിനെതിരായ നീക്കത്തിന്, ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ലീഗിനെ ഭരണത്തിൽ നിന്ന് നീക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ടീം പൊന്മുണ്ടവും വ്യക്തമാക്കുന്നു. കോൺഗ്രസ് എന്നല്ല, ലീഗ് ഉൾപ്പെടെയുള്ളവർ തന്നെ ഈ ഭരണത്തിൽ ഒരു അറുതി വരുത്തണമെന്ന്, ഇത് അവസാനിപ്പിച്ച് ഒരു നല്ലൊരു ഭരണം ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ, മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് ഇതിനെയെല്ലാം തന്നെ കാണുന്നത് കൃത്യമായ ആസൂത്രിതമായ നീക്കമായിട്ടാണ്. ഇതിന് ഉത്തരവാദി ആരാണ്? ഇതിന് ശരിക്കും ഞങ്ങൾ ആരോപിക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. ഈ വിഷയത്തിൽ വേണ്ട രീതിയിൽ ബന്ധപ്പെട്ട അതിൻ്റെ അണികളെ വേണ്ട രീതിയിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാതെ അത് വഷളാക്കിക്കൊണ്ടായത് ഇവിടുത്തെ ജില്ലാ നേതൃത്വം തന്നെയാണ്. അവരിതിന് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഇവർ CPMനായിട്ട് വളരെ ഓപ്പൺ ആയിട്ടല്ലേ ഇവിടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നത്. തുറന്ന ചർച്ചയിലൂടെയാണ് ഈ കാര്യങ്ങളായിട്ട് അവർ വരാൻ പോകുന്ന ഇലക്ഷൻ നമുക്ക് 1-2 ദിവസം കൊണ്ട് കാണാൻ കഴിയും. ഇതിന്റെ ഫലം പൊന്മുണ്ടം പഞ്ചായത്തിൽ മാത്രമായിരിക്കില്ല, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പല മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവിടെ പൊന്മുണ്ടം പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് എന്തോട് സജ്ജാണ്. കാരണം CPMും കോൺഗ്രസും കൂടി ബായ് ആയിട്ട് മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, സമീപ മണ്ഡലങ്ങൾ, പ്രത്യേകിച്ച് നിലമ്പൂർ പോലത്തെ മണ്ഡലങ്ങളിൽ ആര്യടൻ ഷൗക്കത്തിനെ പോലെയുള്ള ഒരു MLA അവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പൊന്മുണ്ടത്ത് നടക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നിലമ്പൂർ കമ്മിറ്റികൾ, മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികൾ ഞങ്ങളെ ബന്ധപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, ഇവിടുത്തെ പ്രശ്നങ്ങൾ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ മാറ്റങ്ങൾക്ക് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണെങ്കിൽ അതിന്റെ തിക്തഫലം നിലമ്പൂർ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അനുഭവിക്കേണ്ടി വരും തീർച്ചയായിട്ടും. കാരണം ഇത് മുസ്ലിം ലീഗിനെ ടാർഗറ്റ് ചെയ്തിട്ട് നടക്കുന്ന പ്രശ്നമാണ്. ഇത് സംസ്ഥാന തലത്തിലെ UDFിന്റെ നേതാക്കന്മാർ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്തില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാവും. ലീഗ് കോൺഗ്രസ് തർക്കം പൊൻമുണ്ടത്ത് അതിരൂക്ഷമായിരിക്കെ ഈ സാഹചര്യം മറ്റ് പഞ്ചായത്തുകളിലേക്ക്
പടരുമോ എന്ന ആശങ്കയും UDFിൻ്റെ ജില്ലാ നേതൃത്വത്തിനുണ്ട്. കോൺഗ്രസിൻ്റെ അറിവോടെയും സമ്മതത്തോടെയും ആകില്ല ഈ മത്സരമെന്ന് കോൺഗ്രസ് നേതൃത്വം വിശദീകരിക്കുമ്പോൾ പൊന്മുണ്ടത്തെ സാഹചര്യങ്ങൾ മറ്റൊന്നാണെന്ന് ചരിത്ര കാരണങ്ങൾ നിരത്തി പൊന്മുണ്ടത്തെ കോൺഗ്രസുകാർ പറയുന്നു. UDFിലെ തർക്കങ്ങൾ പൊന്മുണ്ടത്ത് വരും ദിവസങ്ങളിലും അതിരൂക്ഷമാകാനാണ് സാധ്യത. മിക്കവാറും സ്ഥാനാർത്ഥി പ്രഖ്യാപനമടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പൊന്മുണ്ടം മാതൃകയിൽ മറ്റിടങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നാണ് UDFിനുള്ളിലെ ആശങ്ക. പൊന്മുണ്ടത്തു നിന്നും CB അനുമോദ്, ന്യൂസ് 18.